ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നൊയിമ്പുകാലം പാപപരിഹാര കാലഘട്ടമാണ്. പാപം വഴി അവനവനോടും അയൽക്കാരനോടും ദൈവത്തോടുമുള്ള ബന്ധം നാം മുറിക്കുന്നു. ഈ ക്രമക്കേട് പരിഹരിക്കാൻ കുമ്പസാരത്തിലൂടെ പാപമോചനം സാധിച്ചാലും പരിഹാരം പ്രായശ്ചിത്തം അനുഷ്ഠിച്ചേ പറ്റൂ. സഖ്യവൂസ് വഞ്ചിച്ചെടുത്തതിന്റെ അധികം പകരം നൽകിക്കൊണ്ടല്ലേ പരിഹാരം അനുഷ്ഠിച്ചത്? പാപിനി കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പാപപരിഹാരം അനുഷ്ഠിച്ചില്ലേ? ദാവീദിന്റെ പരിഹാരമാണ് 51 സങ്കീർത്തന പ്രാർത്ഥന. ജീവിതത്തില് നാം വരുത്തുന്ന ക്രമക്കേടുകൾ പരിഹരിക്കണം. ധൂർത്തപുത്രൻ പിതാവിന്റെ പാദത്തിൽ വീണ് എളിമപ്പെട്ട് തന്റെ അഹങ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് പരിഹാരം അനുഷ്ഠിച്ചു. നിനവേക്കാരോ ഉപവാസം പ്രഖ്യാപിച്ച് ജീവിതം മുഴുവൻ പ്രായശ്ചിത്തമാക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അവർ അനുരഞ്ജനപ്പെടാൻ ശ്രമിച്ചത്. നമുക്കും ഇത് സാധിക്കും. യെശയ്യാ പ്രവചനം 58:6 നാം ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് ദൈവം ചോദിക്കുന്നു. നമുക്ക് ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കാം. ഈ നൊയിമ്പ് കാലം ഒരു പ്രത്യേക കാലഘട്ടമായി നമുക്ക് അനുഭവപ്പെടട്ടെ. നമ്മുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും പിന്മാറാം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നു.